കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ട ഒരു രംഗമാണല്ലോ. നമ്മുടെ കുട്ടികള് പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന അവസ്ഥയായി. അന്നത്തെ കണക്ക് 5 ലക്ഷം കുട്ടികൾ ഒഴിഞ്ഞുപോയി എന്നായിരുന്നു. രക്ഷിതാക്കള് പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ അയക്കാത്ത അവസ്ഥ. എന്തായിരുന്നു അന്നത്തെ അവസ്ഥ? ഇവിടെ പങ്കെടുത്തവര് ചിലരെല്ലാം ആ കാലത്ത് സ്കൂളിൽ പഠിച്ചവരായിരിക്കുമല്ലോ, അല്ലെങ്കിൽ കുട്ടികളുടെ രക്ഷിതാക്കളായിരുന്നവരായിരിക്കും, അതല്ലെങ്കിൽ ആ കാലത്ത് പഠിപ്പിച്ച അധ്യാപകരുണ്ടാകാം. ഇവരെല്ലാം ഓർത്തു നോക്കണം ആ കാലം. വളരെ മുൻപല്ലാരോ, 10 വർഷം മുൻപുള്ള കഥയല്ലേ ഞാൻ പറയുന്നത്. അന്ന് സ്കൂളിൽ പഠിക്കുന്നതിന് ഏറ്റവും പ്രധാനമാണല്ലോ പുസ്തകം. ആ പാഠപുസ്തകം കൃത്യമായി കിട്ടിയോ? കുട്ടികൾക്ക് പാഠപുസ്തകം എത്തിച്ചു. അധ്യാപകര് ആ പാഠപുസ്തകത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കുന്ന അവസ്ഥയുണ്ടായില്ലേ? എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? കൃതികാര്യസ്ഥതയുണ്ട്. കാരണം ജൂൺ 1 സ്കൂൾ തുറക്കുമെന്ന് എല്ലാവർക്കും അറിയാലോ, അന്നത്തെ ഗവൺമെന്റും അറിയാലോ. അതിനനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ പാഠപുസ്തകങ്ങൾ കയ്യിലെത്തില്ലേ? കുട്ടികൾക്ക് മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റില്ലേ? പക്ഷെ ഉണ്ടായോ? ഏതെല്ലാം തരത്തിലുള്ള അപജയങ്ങൾ! 1000-ഓളം സ്കൂളുകളാണ് അനാദായകരം എന്ന് പറഞ്ഞ് കൂട്ടാനത് തീരുമാനിച്ചിരുന്നത്. ഇതും നമ്മുടെ അനുഭവത്തിലുള്ളതല്ലേ?